നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിൽക്കുന്നത് ഇത് നമ്മുടെ ഇതാണ് സർവ്വസുഗന്ധി നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഇതെന്നാന്ന് വെച്ചെങ്കിൽ ഇത് ഓൾ സ്പൈസസ് എന്നോ അങ്ങനെയൊക്കെ പറയാം. നമുക്ക് ബേ ലീഫ് എന്ന് പറയുന്ന ട്രീ ആണ് കേട്ടോ ഇത്. എനിവേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ഞാനൊരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് നമുക്ക് നട്ട് നോക്കാം ഇത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഞാനൊരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് നട്ട് നിങ്ങളെ കാണിക്കാം. ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയാമല്ലോ. നേരത്തെ ഇതിനൊരു തൈ വന്നായിരുന്നു. അപ്പോൾ തൈ എടുത്ത് ഞാൻ വേറെ പറിച്ച് നട്ടപ്പം ഉണ്ടായിരുന്നു. തൈ അതിൻ്റെ വേരിൽ പൊട്ടി മുളച്ചുണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ തൈയൊന്നും നിൽപ്പില്ല. നമുക്കിതിൻ്റെ തണ്ട് മുറിച്ച് വെച്ച് നമുക്ക് ഉണ്ടാകും. ഇതാണ് കേട്ടോ ചെടി. ഇത്ര മുഴുപ്പാണ് ആ ചെടിക്കുള്ളത്. എനിക്കൊന്നും ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ പൊക്കം കാണും ഈ ചെടിക്ക്. അത്രയേ ഉള്ളൂ. അവിടെ ഈ മീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെ പാസ്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി നല്ല ഒരു കാര്യമാണ് കേട്ടോ ഈ ബേ ലീഫിൻ്റെ. നമ്മൾ ചന ഉണ്ടാക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഇത് ഇടാവുന്നതാണ്. ഞാനിത് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. എനിക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഓർത്താണ് ഞാൻ പറയാഞ്ഞത്. പിന്നെ ഞാൻ ഓർത്തിനി അറിയത്തില്ലാത്തവരുണ്ടെങ്കിലോ എന്നോർത്ത്. അപ്പോൾ ഇതിൻ്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇല നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ പറിച്ചിടാം, നമുക്ക് ഉണങ്ങി വെക്കാം, നമുക്ക് ഫ്രീസറിലെടുത്തിടാം. എന്നിട്ട് നമുക്ക് ചെടികൾക്കെല്ലാം കറി വയ്ക്കുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ. ഇപ്പോൾ ഇങ്ങനെ ഒരു തൈ ഉണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്നുണ്ടാകും. ഒരു ചെറിയൊരു തൈ നമുക്ക് ഗാർഡൻ സെൻറ്ററിൽ മേടിക്കാൻ കിട്ടും. ഞാനിത് ഗാർഡൻ സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ ആരെങ്കിലുമൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിടാവുന്നതാണ്. ഇങ്ങനെ ഒരെണ്ണം നട്ടെങ്കിൽ ഒത്തിരി കെയർ ഒന്നും വേണ്ട, വെറുതെ നട്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ഇത് കേട്ടോ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഹെർബായിട്ടോ സ്പൈസായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കുകയാണേ. ഞാനിത് ഈ ചെടി കാണിച്ചപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു ഇതിൻ്റെ തൈ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം തൈ ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു ഇതിൻ്റെ മുറിച്ച് വെച്ചെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, തണ്ട് കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു തണ്ട് മുറിച്ചെടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ തണ്ടാണ് അത് പ്രിഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് യങ് ആയിട്ടുള്ളൊരു തണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നെ നല്ല മണമെന്നറിയാവോ? ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിന് നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് ഇതിന്. നമ്മൾ ഫ്രഷ് അങ്ങ് പറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലതാണ്. ഞാനിത് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കിയെടുത്ത് നമുക്ക് അല്ലെ ഫ്രീസറിലെടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കെടുത്ത് ഇടാൻ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ നമ്മുടെ ബേ ലീഫിൻ്റെ തണ്ടുകൾ ഞാൻ മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഈ തണ്ടുകളെ കുറച്ച് സീവീഡ് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. അതിനൊരു സ്വല്പം ഒരു ശക്തി കിട്ടാൻ വേണ്ടി നമുക്കതിനൊരു കുറച്ച് സ്വല്പം ഒരു ശക്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ സീവീഡിൻ്റെ വെള്ളത്തിലേക്ക് മുക്കി വെക്കാം കേട്ടോ കുറച്ച് നേരമേ. അപ്പോൾ ഇത് സീവീഡിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് 2E സീവീഡ് ആൻഡ് ഫിഷ് എന്ന് പറയുന്ന ഈ ലൈനിക്ക് ഇതിൻ്റെ കോൺസെൻട്രേറ്റ് ആണ് ഇതിൻ്റെ അത് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോലെ ഡൈല്യൂട്ട് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെക്കണം. ഒരു അരമണിക്കൂർ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പോട്ടിംഗ് സോയിലും കമ്പോസ്റ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഇതിലേക്ക് നാട്ടി വയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് ഉണ്ടാവുമില്ലെന്നറിയാം. ഞാൻ ഈ സീവീഡ് ലൈനിലേക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വരെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കാം നമുക്ക്. ഞാൻ ഈ ബേ ലീഫിൻ്റെ ഇലകളല്ല ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുക, ഇലകളല്ല ഇതിൻ്റെ തണ്ടുകൾ ഇവിടെ ഇട്ട് വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പം ഞാൻ ഇത് കുറേ സമയമായി കേട്ടോ ഇതിൻ്റെ തിരിക്കാൻ തുടങ്ങിയിട്ടേ. ഇനി നമുക്കിത് കൊണ്ടുപോയി ഈ ചട്ടിക്കകത്തേക്ക് നടാം, നമ്മുടെ ഈ പോട്ടിലേക്ക് നടാം. ഇതിൻ്റെ അകത്ത് ഞാൻ കമ്പോസ്റ്റും പോട്ടിംഗ് സോയിലും എല്ലാം കൂടെ നിറച്ചേക്കുന്നതാണ്. ഇപ്പം ഞാൻ 3 പോട്ടുകൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 3ൻ്റെ അകത്തേക്ക് ഇപ്പം നമുക്ക് 6 ഉണ്ട്. 2 വെച്ചങ്ങ് നടാം. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് കൊണ്ട് നടാം. നമ്മുടെ പോട്ടുകൾ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 പോട്ടുകളാണ് നിറച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അതിൻ്റെ അകത്തേക്ക് നടാൻ പോവുകയാണ് കേട്ടോ. 3 പോട്ടിലേക്കും ഇത് കമ്പോസ്റ്റും പോട്ടിംഗ് സോയിലും ഒക്കെ കൂടെ എല്ലാം ചേർന്ന് ഒരു മിശ്രിതം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തേക്കാണ് നടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്നത് എടുത്തിട്ട് നമുക്ക് ഇപ്പം ഞാൻ ഇതിനകത്ത് മുക്കിയാണ് നടാൻ പോകുന്നത്. ഇത് നമ്മുടെ റൂട്ടിംഗ് ഹോർമോണാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ പോയി, പക്ഷേ ഇത് റൂട്ടിംഗ് ഹോർമോണാണ്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുക്കിയിട്ടാണ് ഞാൻ സാധാരണ എല്ലാ തണ്ട് വെക്കുമ്പോഴേ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന തണ്ടുകളെല്ലാം ഇങ്ങനെ റൂട്ടിംഗ് ഹോർമോണിൻ്റെ അകത്തിട്ടാണ് വെക്കുന്നത്. ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ല, എനിക്കിത് ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഞാനിതൊരു പരീക്ഷണാർത്ഥമാണ് ഞാനും ഇത് വെക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഒരു പോട്ടിൻ്റെ അകത്ത് 2 വെച്ച് നമുക്ക് നടാം. പക്ഷെ ഇതിൻ്റെ ചെറിയ തൈകൾ പോലെ വേരുള്ളത് സൈഡിൽ കിട്ടുന്ന നമുക്ക് എടുത്ത് ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ അത് ഉണ്ടാകും. അങ്ങനെ ഞാൻ എടുത്ത് നട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അങ്ങനത്തെ തൈകൾ. ഞാൻ ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ അതിലുണ്ടായിരുന്ന സമയത്തെ. ഇപ്പോൾ അത് ചെറിയ തൈകളില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കും, അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ എന്നൊന്ന് നോക്കുവാണേ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബേ ലീഫിൻ്റെ ചെടികളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം ഞാൻ ഇവിടെ അകത്ത് തന്നെ വെക്കാൻ നോക്കും. നമ്മുടെ ഗരാജിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് നന്നായി കഴിഞ്ഞിട്ടേ ഒന്ന് ഇച്ചിരി വെയിൽ പിടിക്കുമോ എന്നൊക്കെയാണ്. ഇപ്പോൾ ഭയങ്കര വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് ഞാൻ ഉടനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നില്ല. ഇവിടെ തന്നെ ഇരുന്ന് ഇച്ചിരി ഒരാശ്വാസമൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കിതിനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു വെരി മച്ച്. ഇത് ആകുവാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് ഇത് ശരിക്കും ആകുവാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ബൈ.